നമ്മുടെ കഴിഞ്ഞ 2 എസ്റ്റിമേറ്റ് വീഡിയോയുടെ താഴെ വന്ന ചില കമന്റുകൾ നോക്കാം. അവർ കമന്റിൽ ചോദിക്കുന്നത് 800 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വരും, 400 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ തറ നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വരും എന്നൊക്കെയാണ്. ഈ സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേറ്റ് അല്ല. നമുക്ക് ഒരിക്കലും ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഫിക്സഡ് ആയിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം സിമ്പിൾ ആയിട്ട് നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. 1000 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ കാണുന്ന എല്ലാ വീടിന്റെയും പ്ലാൻ സമമാണ് അല്ലല്ലോ, വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വീടുകളൊക്കെ നിർമ്മിക്കാൻ വരുന്ന നിർമ്മാണ ചെലവിലും വ്യത്യാസം വരും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു പ്ലാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടത്തിന്റെ പ്ലാനാണ്. സ്ക്വയർ ഫീറ്റിന് 1000 രൂപ വെച്ചിട്ട് 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് തരാം ഒരു കോൺട്രാക്ടർ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇനി മറ്റൊരു പ്ലാൻ, ഇതേ 300 സ്ക്വയർ ഫീറ്റിന്റെ മറ്റൊരു പ്ലാനാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് വ്യത്യാസം? ഈ രണ്ട് പ്ലാനിലും വ്യത്യാസം നോക്കുമ്പോൾ രണ്ടാമത്തെ പ്ലാനിൽ അഡീഷണലി ഒരു ചുമര് കൂടെ നിങ്ങൾക്ക് കാണാം. അവിടെ ചുമര് വന്ന സ്ഥിതിക്ക് ആദ്യത്തെ പ്ലാൻ നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിൽ ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതേ 3 ലക്ഷം രൂപയ്ക്ക് 300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ രണ്ടാമത്തെ പ്ലാൻ നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. കാരണം എന്താ? അഡീഷണലി വരുന്ന ചുമരില് അതിന് താഴെ ഫൗണ്ടേഷൻ വേണ്ടേ, അതിന് തറ വേണ്ടേ, ആ ചുമര് കെട്ടണ്ടേ, ആ ചുമരിൽ പ്ലാസ്റ്റർ ചെയ്യണ്ടേ, പുട്ടി പെയിന്റ് അടിക്കണ്ടേ, അങ്ങനെ എന്തെല്ലാം വർക്കുകളുണ്ട്. ഇങ്ങനെ തന്നെയാണ് വലിയൊരു വീടൊക്കെ നിർമ്മിക്കുമ്പോൾ വരുന്ന സെനാരിയോ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് മാത്രമേ നമുക്ക് നിർമ്മാണ ചെലവ് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് എന്നല്ലേ? സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്തായാലും ഒരു യൂണിറ്റ് റേറ്റ് ആണ്. നമ്മൾ വലിയ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഒരു റേറ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു ആവറേജ് റേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ 20 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. സ്ക്വയർ ഫീറ്റിന് 2000 രൂപ ഫുൾ ഫർണിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വരെ നിർമ്മിക്കാൻ എന്ത് ചെയ്യാം, അതൊന്നും എനിക്ക് ഏകദേശം എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കുകൾ ഏറ്റവും ലോ ലെവൽ മുതൽ ഹൈ ലെവൽ പോകുന്നതിനനുസരിച്ച് ഈ റേറ്റിലൊക്കെ വ്യത്യാസം വരും. അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാനിനനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റൂ. അല്ലാത്ത ഇതിലൊക്കെ നമ്മൾ പറയുന്നത് ഒരു ആവറേജ് റേറ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ വർക്ക് കൊടുക്കുന്ന കോൺട്രാക്ടർമാർ നിങ്ങളുടെ ഒരു റേറ്റ് പറയും. അവർക്ക് ഒരു പക്ഷെ അവർ ഈ വർക്കൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളോട് ഒരു റേറ്റ് പറയാം. അങ്ങനെ നോക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ചിലപ്പോൾ അത് ലാഭകരമായേക്കാം അവരുടെ ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് അത് നഷ്ടം സംഭവിച്ചേക്കാം. അങ്ങനെ വരുന്ന കോൺട്രാക്ടർമാരുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീടിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും. അതായത് ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് എടുക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുരുങ്ങിയ പക്ഷം, അതായത് ഈ സ്ക്വയർ ഫീറ്റ് ഒക്കെ വിട്ടിട്ട് ചുരുങ്ങിയ പക്ഷം എത്ര റൂമുണ്ട്, എത്ര ലെങ്ത്തിൽ ചുമര് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപറ്റിയിട്ട് ഒരു എസ്റ്റിമേറ്റ് എടുക്കുക. നമ്മൾ ഈ ബാങ്ക് ലോണൊക്കെ ചെയ്യുമ്പോൾ, ഹോം ലോണൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും എനിക്ക്. അതിന് നമ്മൾ കൃത്യമായി എസ്റ്റിമേറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഹോം ലോൺ സാങ്ഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് എടുക്കാറുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് വേണമെന്നല്ല, എന്തായാലും ചുരുങ്ങിയ പക്ഷെ നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ വിടുക. അതായത് ബേസിക് നിങ്ങളുടെ വീടിന് എന്തൊക്കെ വർക്ക് വരുന്നതെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് എടുക്കുക. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ പേര് കാണുന്നത്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലൂടെ എത്തും. അപ്പോ കമന്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സംശയങ്ങളോട് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. വേറെ ഒന്നും പറയാനില്ല. ടേക്ക് കെയർ, ബൈ.